അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ കള്ളത്തൊരീക്കത്തുകാർ ഡോസ് കൂട്ടിയൊരു പാട്ടുണ്ടാക്കിയിട്ട് ആ പാട്ടിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുക ഇപ്പോൾ ആരും ഇല്ലാത്ത ദുരവസ്ഥയിലാണുള്ളത്. പേരിൻ്റെ ഒപ്പം കാതിരി ചേർത്ത സക്കരിയ എന്ന് പറഞ്ഞ ചങ്ങാതി എന്ത് പാട്ട് പാടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏറ്റെടുത്തിരുന്ന അരവട്ടൂർ അബ്ദുൽ നൗഷാദും കുരുവട്ടൂരിൻ്റെ അളിയൻ അബ്ദുസമ്മദും കൂടി ഇപ്പം ഈ വിഷയം വന്ന സമയത്ത് ഒഴിഞ്ഞു മാറാണ്. ഞങ്ങളൊന്നുമല്ല, ഞങ്ങളത് പാടിയിട്ടില്ല, ഞങ്ങളല്ല ആ പാട്ടിൻ്റെ ഉത്തരവാദി എന്നാണ് അരവട്ടൂർ അബ്ദുൽ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ പറയാനുള്ളത് തുറന്നു പറയും. അതിങ്ങനെ വളച്ചു കെട്ടി പറയേണ്ട യാതൊരു കാര്യം ഞങ്ങളുടെ അടുത്തില്ല. ഇപ്പോൾ പാടിയ സക്കരിയ ഇപ്പോൾ ആ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പം എല്ലാവരും കഴിഞ്ഞു, എല്ലാ കള്ളത്തൊരിക്കരുത്തവരും കഴിഞ്ഞു വിട്ടു. സക്കരിയ മാത്രമായി. സക്കരിയ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ സക്കരിയ സമ്മതിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സക്കരിയയും കൂടി അത് നിഷേധിക്കുകയാണെങ്കിൽ DNA ടെസ്റ്റ് ചെയ്തു പോലും അതിൻ്റെ പിതാവിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്കാണ് കള്ളത്തൊരിക്കത്തേർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാൾ കുരുവട്ടൂരിയല്ല, ഇനി അയാൾ കണ്യാല മൗലയാണ്, ഇനി അതല്ല അയാൾ മറ്റെന്തെങ്കിലും മൗലൻ്റെ ആൾക്കാരാണ്. എവിടൊക്കെയാണോ നമ്മളെ ഈ പറഞ്ഞ ചേക്കുട്ടി പാപ്പ ഇരിക്കുന്നത് ആ ചേക്കുട്ടി പാപ്പാൻ്റെ പേരിലാണ് സ്ഥലം വെച്ച് കൊടുക്കല. അതിനിപ്പോൾ ഹൈദരാബാദിലുള്ള ആളാണെങ്കിലും പട്ടിക്കാടുള്ള ഇവിടുത്തുള്ളതാണെങ്കിലും കക്കാടാണെങ്കിലും വെങ്ങാടാണെങ്കിലും നിങ്ങളെ സാക്ഷാൽ അരവട്ടൂരിൻ്റെ അളിയനായ ഗുരുവട്ടൂരാണെങ്കിലും കുന്നത്തേരി ആണെങ്കിലും ആലുവയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിളിക്കാം. എവിടെയാണോ ചേക്കുട്ടി ഇരിക്കുന്നത് ആ ചേക്കുട്ടീൻ്റെ പേര് അതിലേക്ക് ചേർക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കള്ളത്തരീക്കത്തേരാ. ആ കള്ളത്തരീക്കത്തുകാർ പാടിയ അവരുടെ ആശയമാണിത്. അതിൽ പ്രഗത്ഭമായി ഇപ്പം അടുത്ത കാലത്ത് വന്ന തനിച്ച കുഫ്രീവാദങ്ങളുമായി വന്നിട്ടുള്ള ആളുകളാണ് കുരുവട്ടൂരികൾ. ആ കുരുവട്ടൂരികളുടെ വാദമാണ് ഇത് എന്ന് കേരളക്കരയ്ക്ക് നന്നായി അറിയാം. കാരണം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. എന്ന് തന്നെ ശൈഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. അപ്പം ശൈഖുന മടവൂരിനെ സംബന്ധിച്ച് ശൈഖുന തന്നെ അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് സമൂഹത്തെ പറഞ്ഞ് പഠിപ്പിച്ചത് നിങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഭരതി പാട്ട് പാടുന്ന ആളുകൾ ഈ രൂപത്തിലൊരു ഭരതി അവതരിപ്പിച്ചത്. നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഏതാണെങ്കിലും വ്യാജത്വരീക്കത്തുകാരൻ വ്യാജമായി അവതരിപ്പിച്ച ആ ഗാനത്തെ സംബന്ധിച്ച് അതിൽ ഡയറക്ടേഴ്സിന് പേര് കൊടുത്തിരിക്കുന്ന ആളോട് നേർക്കുനേരെ വിളിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം കൂടി കേട്ടിട്ട് ഈ തൽക്കാലം ഈ വോയിസ് നിർത്താം. ഹലോ, ഇത് അബ്ദുൽ ഖാദർ അല്ലേ? ഹലോ, പറഞ്ഞോളൂ. അബ്ദുൽ ഖാദർ അല്ലേ? അതെ, അബ്ദുൽ ഖാദർ. നിങ്ങളിപ്പോ ഒരു പുതിയൊരു പാട്ട് ഇറക്കിയനല്ലോ? ഞാൻ ഇറക്കിയിട്ടില്ല. അത് ഞാനല്ല. ഡയറക്ഷനിൽ ഇപ്പൊ നിങ്ങളെ പേരാണല്ലോ ഉള്ളത്. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ പാട്ട് പാടിയ ആളോ? പാട്ട് പാടിയ ആളോട് അതിന്റെ വിശദീകരണം ചോദിച്ചിട്ട് അതിന്റെ വിശദീകരണം ഇപ്പൊ തരും. വിശദീകരണം തന്നിട്ട് ആ വിശദീകരണം പോസ്റ്റ് ചെയ്യും കേട്ടോ. വിശദീകരണം ആളെങ്ങനെ ഇറക്കിയാൽ നമുക്കറിയില്ല. നമ്മുടെ പേരിൽ ഇറക്കിയിട്ടില്ല. ഈ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളല്ലേ? അതെ, അബ്ദുൽ ഖാദർ. ഡയറക്ഷനിൽ നിങ്ങളെ പേരാണല്ലോ ഉള്ളത് ഇപ്പോ. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഇറക്കിയ അപ്പൊ നിങ്ങൾ അറിയാതെയാണ് ഇറക്കിയത്? അതെ അതെ അതെ. ആ വ്യക്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ വ്യക്തിയെ പരിചയമുണ്ട്. വ്യക്തിയെ പരിചയമുണ്ട്. വ്യക്തി സാധാരണ നമ്മുടെ പാട്ടുകൾ പലതും പാട്ടുകളൊക്കെ പാടലും ഇറക്കലൊക്കെ ഉണ്ട്. വ്യക്തിയെ പരിചയമുണ്ട്. പക്ഷേ ഈ പാട്ട് നമ്മൾ ഇറക്കാൻ നമ്മുടെ ഇറക്കിയിട്ടില്ല. ഒഫീഷ്യലായിട്ട് നിങ്ങൾ ഞങ്ങളുടെ പേജിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ നോക്കിയാൽ കാണില്ല. ഞങ്ങളവിടെ ഇറക്കിയിട്ടില്ല. ഈ പേജ് ഇത് നമ്മൾ അറിയാതെ എങ്ങനെ ലീക്കായി. ഞാൻ സമയം കൊടുത്തിട്ടില്ല. ഞാനിത് ഡയറക്ഷൻ ചെയ്തിട്ടുമില്ല. ഓക്കെ. അപ്പൊ കുറച്ച് മുമ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ വിളിച്ചിനി. അപ്പൊ ഞാൻ ഈ വിഷയമൊക്കെ ചോദിച്ചപ്പോ നിങ്ങള് അതൊന്നും തൊടാതെയാണ് സംസാരിച്ചത്. അപ്പോഴും ഞാൻ ചോദിച്ചു ഈ അബ്ദുൽ ഖാദർ എന്ന വ്യക്തി. ഇപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ വാട്സാപ്പിൽ നമ്പർ നോക്കിയപ്പോ നിങ്ങളെ പേരാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ രണ്ട് സംസാരം തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രൂപത്തിലാണ്. അതെ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഡയറക്ഷൻ ചെയ്തത് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ പറയണ്ടേ ഞാനാണ് അബ്ദുൽ ഖാദർ, എനിക്ക് ഇതായിട്ട് ബന്ധമില്ല എന്നല്ല നിങ്ങൾ പറയണ്ട. പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ എന്നോട്.
ഞാനപ്പോ അത് പറഞ്ഞല്ലോ, നേരത്തെ വോയിസ് തന്നെ പറഞ്ഞല്ലോ, അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയാണ് ഇത് ഡയറക്ഷൻ ചെയ്ത്. എനിക്ക് വിഷയം പറ്റിയിട്ട് പറഞ്ഞത് നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞത്. ഡയറക്ഷന്റെ കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഞാനത് ഞാൻ നേരത്തെ ഡയറക്ഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഓർമ്മയിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം. അപ്പൊ ഒരു പാട്ട് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു മിനിറ്റ്, ഒരു ധാർമ്മിക അല്ല, ഒരു മിനിറ്റ്, ധാർമ്മിക അല്ല, ഇന്റെ അടുത്ത് അതുണ്ട്, അത് വേറെ വിഷയം, അതെല്ലാം പറഞ്ഞത്. ഒരു ധാർമ്മിക ഉത്തരവാദിത്തമല്ലേ ഇങ്ങനെ നിങ്ങളെ പേരിലല്ലേ ഈ പാട്ട് ഇറക്കിയതെങ്കിൽ ഉടനെ അതിന്റെ പേരിലല്ല, എനിക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയേണ്ട. അതിന്റെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ പാട്ട് ഞങ്ങൾ ഇറക്കിയിട്ടില്ല, ആ പാട്ട് ഇറക്കാൻ സമ്മതം കൊടുത്തിട്ടില്ല. ആ വിശദീകരണം ചോദിച്ചിട്ടില്ല. ആ വിശദീകരണം അതിന്റെ മറുപടിയും ഇപ്പൊ അടുത്ത് തന്നെ വരും. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പാടി എന്നുള്ളതിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തുകൊണ്ട് പാടി എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ നിങ്ങളെ പേരിലൊരു ഇത് ഇറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പൊ നിങ്ങള് ഒരു പറയേണ്ട ഒരു ഉത്തരവാദിത്തം നിൽക്കില്ല. അതായത് എനിക്കൊരു ബന്ധമില്ല, എന്റെ പേരിൽ ആരും ഇറക്കിയതാണെന്നുള്ള നിലക്കെങ്കിലും നിങ്ങൾ പറയണ്ടേ? അല്ല, നിങ്ങൾ ഇറക്കിയിട്ടില്ല എന്നുള്ളത് ശരി, പക്ഷെ ഡയറക്ഷനിൽ നിങ്ങളെ പേരല്ല ഉള്ളത്. അത് പക്ഷെ ഞാൻ പറഞ്ഞില്ല, ചോദിച്ചവരോടൊക്കെ ഞാൻ എന്നോട് ഇപ്പൊ ഇന്നലെ മുതൽ പലരും ചോദിക്കേണ്ടത്, വേണമെങ്കിൽ വാട്സാപ്പിന്റെ സ്റ്റാറ്റസുകൾ കാണാൻ കഴിയും, പലരും ചോദിക്കേണ്ടത് എല്ലാത്തിനും ഞാൻ കൊടുത്ത മറുപടി കൊടുത്തിട്ടുള്ളൂ. എന്റെ അല്ല, ഞങ്ങളുടെ ലൗബ് സ്വാലിഹിന്റേതല്ല. അത് വ്യക്തിപരമായിട്ടാണ്. അത് ആളോട് തിരിച്ചിട്ടുള്ള വിശദീകരണം അത് ആളോട് ചോദിക്കപ്പെടേണ്ടതാണ്. വിശദീകരണം നൽകുന്നത് ഒന്നും പറഞ്ഞിട്ട് എല്ലാവരോടും അതേ വാർത്ത കിട്ടുള്ളൂ. നിങ്ങളവിടെ അങ്ങനെ പറയണേ. നിങ്ങൾ മാത്രമല്ല, വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, അവരതൊരു വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതിലെല്ലാത്തിനും മറുപടി ഒന്നേ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഉബുസ്വാലിഹിന്റെ പേരിലോ ഉബുസ്വാലിഹിന് ഒഫീഷ്യലായിട്ട് ഇറക്കിയോ പാട്ടല്ല. ഉബുസ്വാലിഹിന്റെ പാട്ടുകൾ പലതും കാര്യങ്ങൾക്ക് ഇറക്കാറുള്ള വ്യക്തി ഞാൻ അറിയില്ല എന്നല്ല, അറിയൊക്കെ ചെയ്യും. പക്ഷേ ഈ പാട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഇറക്കിയത് തന്നെയാണ്, നമ്മുടെ ഒഫീഷ്യലായിട്ട് ഇറക്കിയതല്ല. ആ പാട്ടിൽ ഒരു കാര്യം പറയാൻ ചോദിക്കണം, ആ പാട്ടിൽ പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ആ പാട്ടിന് പ്രശ്നം ഉണ്ടാവും, അതല്ലേ ഞാൻ പറഞ്ഞത്. പാട്ടിന് പ്രശ്നം ഉണ്ടാകുന്നതല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നത്. പാട്ടിന് പ്രശ്നമുണ്ടല്ലോ. പാട്ടിന് പ്രശ്നമുണ്ടോ? അപ്പൊ ആ പാട്ട് ശരിയല്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം? പാട്ട് ശരിയെന്നല്ല, പൊതുവേളയിൽ നമുക്ക് ആ മനസ്സിലാക്കാത്ത അർത്ഥം അദ്ദേഹം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നുള്ളത്. അല്ല, ഉദ്ദേശിക്കുന്ന അർത്ഥമൊന്നുമല്ല, അതുകൊണ്ട് കിട്ടുന്ന ഒരു അർത്ഥം ഉണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഏതായാലും അറിയാലോ എന്താന്നുള്ളത്. ഇനിയിപ്പോ അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചില്ല എന്നുള്ളതൊക്കെ വേറെ ചർച്ച. ആ അർത്ഥം ഇപ്പൊ അയാള് അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചോ ഉദ്ദേശിച്ചില്ല. അപ്പൊ പ്രത്യക്ഷത്തിലുള്ള അർത്ഥമല്ല ഇപ്പൊ പൊതുവെ ഇപ്പൊ ആൾക്കാർ എടുക്കുക. അതിപ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? അല്ലാതെ ഇപ്പൊ നിങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അർത്ഥം ഉദ്ദേശിച്ചില്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യക്ഷത്തിലുള്ള അർത്ഥം ഉദ്ദേശമില്ല. പ്രത്യക്ഷത്തിലുള്ള അർത്ഥം ആലങ്കാരിക പ്രയോഗമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ത് ആലങ്കാരിക പ്രയോഗമായതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് നൽകി എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അതിനെ ന്യായീകരിക്കാണ്. അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ട് പാടിയെന്നുള്ളത് ഇവിടെ ചെറുതായിട്ടൊന്ന് ന്യായീകരിക്കാനുള്ള ശ്രമം കേട്ടോ. അല്ല, അദ്ദേഹം എന്തുകൊണ്ട് പ്രത്യക്ഷത്തിലുള്ള അർത്ഥമല്ല, അതുകൊണ്ട് ജനങ്ങൾ കിട്ടുന്ന അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? അതെ, ജനങ്ങൾക്ക് കേൾക്കുന്ന അർത്ഥം ബുദ്ധിമുട്ടുള്ള അർത്ഥമാണ്. അപ്പൊ പാട്ടൊക്കെ ശരിയാണോ? ശരിയല്ല, അതെല്ലാം ഇറക്കാം. അതെല്ലാം ഞങ്ങൾ ഇറക്കിയിട്ടില്ല. ശരിയല്ല, ഇറക്കാൻ പാടില്ലല്ലോ. പിന്നെ നിങ്ങളിപ്പോ വേറെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം പറയാൻ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ന്യായീകരിച്ചല്ല, ആ പാട്ട് അങ്ങനെ ഇറക്കാൻ പാടില്ല എന്ന് എന്റെ അഭിപ്രായം. എന്നാൽ അത് പറഞ്ഞാ പോരെ. പിന്നെ ഇപ്പൊ അതിനെ ഓക്കെ എന്നാ ആയിക്കോട്ടെ. അപ്പൊ അതാണ് അതിന്റെ കോലം, അത്രേ ഉള്ളൂ.